ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. വാത്സല്യ സഹോദരങ്ങളെ, സങ്കീർത്തന മാതിരിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഈ എപ്പിസോഡിൽ 30-ാം സങ്കീർത്തനം ധ്യാനാത്മകമായി നിങ്ങളുടെ മുൻപാകെ സമർപ്പിക്കുകയാണ്. ദാവീദിനാൽ തന്നെ വിരചിതമായ ഒരു സങ്കീർത്തനമാണ് 30-ാം സങ്കീർത്തനം. യഹൂദ പശ്ചാത്തലത്തിൽ ഒരു ഭവന പ്രതിഷ്ഠാ ഗീതമായി ഈ സങ്കീർത്തനത്തെ കണക്കാക്കിയിരുന്നു. ഓരോ ഉത്സവങ്ങളോടും പെരുന്നാളുകളോടും ഒക്കെ ചേർന്നുകൊണ്ട് സങ്കീർത്തനങ്ങൾ അവർ ആലപിച്ചിരുന്നു. ആരാധനയുടെ ഭാഗമായി സങ്കീർത്തനങ്ങളെ കണക്കാക്കിയിരുന്നു. ആരാധന എന്നത് ആത്മശരീര മനസ്സുകളുടെ ഒരു സമർപ്പണമാണെന്നുള്ള ബോധ്യത്തോടെ ജീവിതത്തിലെ ഉയർച്ചകളിലും താഴ്ചകളിലും ആലപിക്കാവുന്ന രീതിയിൽ സങ്കീർത്തനങ്ങളെ അവർ ചിട്ടപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഒരു ഭവന പ്രതിഷ്ഠാ ഗീതമായി സങ്കീർത്തനത്തെ കാണാമെങ്കിലും ഒരു സ്തുതിഗീതമായും സമർപ്പണ ഗാനമായും കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം തന്ന നന്മകളെ അനുഗ്രഹത്തോടും കൃതജ്ഞതയോടും ഓർത്തുള്ള ഒരു ഗീതമായും ഇതിനെ നമുക്ക് വിലയിരുത്താം. ഈ സങ്കീർത്തനത്തിൻ്റെ ആദ്യത്തെ ചില ഭാഗങ്ങൾ ഞാനൊന്ന് വായിക്കുകയാണ്. യഹോവേ, ഞാൻ നിന്നെ പുകഴ്ത്തുന്നു, നീ എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു. എൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് സന്തോഷിക്കുവാൻ നീ ഇടയാക്കിയതുമില്ല. എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ നിന്നോട് നിലവിളിച്ചു, നീ എന്നെ സൗഖ്യമാക്കുകയും ചെയ്തു. യഹോവേ, നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് കരയേറ്റിയിരിക്കുന്നു. ഞാൻ കുഴിയിൽ ഇറങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നീ എനിക്ക് ജീവരക്ഷ വരുത്തിയിരിക്കുന്നു. യഹോവയുടെ വിശുദ്ധന്മാരെ അവന് സ്തുതി പാടുവീൻ, അവൻ്റെ വിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുവീൻ. 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. യഹോവേ, ഞാൻ നിന്നെ പുകഴ്ത്തുന്നു, നീ എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു. എൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് സന്തോഷിക്കുവാൻ നീ ഇടയാക്കിയതുമില്ല. ദൈവാനുഗ്രഹം പ്രാപിച്ച അത് പൂർണ്ണമായും മനസ്സിലാക്കിയ ഒരു ഭക്തൻ എല്ലാം മറന്ന് ദൈവത്തെ സ്തുതിക്കുകയാണ്. ആരുടെയും പ്രേരണയോ പിന്തുണയോ ഇല്ലാതെ അവൻ്റെ ഉദരത്തിൽ നിന്ന് അന്തരീന്ദ്രിയങ്ങളിൽ നിന്ന് വന്ന വാക്കുകൾ പ്രാർത്ഥന പോലെ, കൃതജ്ഞത പോലെ സമർപ്പിക്കുകയാണ്. ജീവിതത്തിൽ ഏതു സമയത്തും ഈ വാക്യങ്ങളൊക്കെ നമുക്ക് പ്രാർത്ഥന പോലെ സമർപ്പിക്കാം. ചിലപ്പോൾ പ്രാർത്ഥിക്കാൻ താല്പര്യമില്ലാത്ത, വാക്കുകൾ നഷ്ടപ്പെട്ടു പോകുന്ന, ക്ഷീണം വരുന്ന അനുഭവങ്ങളിൽ ഈ സങ്കീർത്തനമൊക്കെ എടുത്ത് ഒന്ന് വായിച്ചാൽ തന്നെ അതൊരു പ്രാർത്ഥനയായിട്ട് മാറുകയാണ്. അത് പാടേണ്ട രീതിയിൽ, വായിക്കേണ്ട രീതിയിൽ വായിക്കണം. ആരെയും കേൾപ്പിക്കുവാനോ വായിച്ചെന്ന് തീർക്കുവാനോ അല്ല. സമയമെടുത്ത് ശാന്തമായി ഓരോ അക്ഷരങ്ങളിലൂടെ കടന്ന് ഇത് വായിച്ചു പോകുമ്പോൾ നമ്മൾ ആരെയാണ് പുകഴ്ത്തുന്നതെന്നും ആരെയാണ് സ്തുതിക്കുന്നതെന്നും മനസ്സിലാകും. ഇന്ന് വായനകൾക്ക് തന്നെ പ്രത്യേകതയുണ്ട്. നമുക്കറിയാം, ഭാഷയിൽ ഇൻറ്റൊണേഷൻ എന്ന് പറയുന്നത് വളരെ പ്രസക്തമായൊരു സംഗതിയാണ്. ഭാഷാശാസ്ത്രം പഠിച്ചവർക്ക് നന്നായിട്ടറിയാം ഇൻറ്റൊണേഷൻ. ആ ഓരോന്നും വായിക്കേണ്ട രീതിയിൽ. അപ്പോൾ യഹോവയെ ഞാൻ നിന്നെ പുകഴ്ത്തുന്നു എന്ന് പറയുമ്പോൾ യഹോവയെ കണ്ടുകൊണ്ട് അവനെ പുകഴ്ത്തുന്ന രീതിയിൽ തന്നെ നമ്മൾ ദൈവത്തെ സ്തുതിക്കണം, അവനെ മഹത്വപ്പെടുത്തണം, അവനോടൊപ്പമായിരിക്കുവാൻ ശ്രമിക്കണം. നമ്മൾ ഓരോരുത്തരെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓരോരുത്തരെ അഭിസംബോധന ചെയ്യുമ്പോൾ അതിൻ്റേതായ മാന്യതകളുണ്ട്, ബഹുമാനം കൊടുക്കണം. അപ്പം യഹോവേ ഞാൻ നിന്നെ പുകഴ്ത്തുന്നു എന്നൊന്ന് പാടുമ്പോൾ, വായിക്കുമ്പോൾ ആ യഹോവേ എന്നുള്ള വാക്കിന് പോലും ഒരു ചെറിയ പോസ് കൊടുത്ത് പറയണം. ഞാൻ ആരെയാണ് വിളിക്കുന്നത്? ബലഹീനനായ ഞാൻ വലിയവനായ ദൈവത്തെ യഹോവേ എന്ന് വിളിക്കുമ്പോൾ, എൻ്റെ പിതാവേ എന്ന് വിളിക്കുമ്പോൾ അതിൻ്റെ എല്ലാ മൂല്യവും ഉൾക്കൊണ്ടുകൊണ്ട്, അതിൻ്റെ എല്ലാ അനുഭവം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. അതുകൊണ്ട് തന്നെ സങ്കീർത്തനത്തിൽ യഹോവേ കഴിഞ്ഞിട്ടൊരു കോമായുണ്ട്. യഹോവേ ഞാൻ നിന്നെ പുകഴ്ത്തുന്നു എന്നല്ല,
യഹോവേ, നിന്നെ ഞാൻ പുകഴ്ത്തുന്നു. ആ പുകഴ്ത്തലിൻ്റെ സ്വരത്തിൽ കൂടി തന്നെ അത് പുകഴ്ത്തുവാനുള്ള, സ്തുതിക്കുവാനുള്ള സ്വരമായി മാറ്റപ്പെടണം. നമ്മളുടെയൊക്കെ പലപ്പോഴുമുള്ള പ്രത്യേകത എന്ന് പറയുന്നത്, മലയാളികളാണെങ്കിലും ഇംഗ്ലീഷുകാരാണെങ്കിലും ഒക്കെ വേദപുസ്തകം വായിക്കുമ്പോൾ, അത് പ്രസംഗിക്കുമ്പോൾ അതിൻ്റെ ശൈലി മനസ്സിലാക്കാതെ നമ്മൾ പറയുകയാണ്. നമ്മൾ പറയത്തില്ലയോ, ചില ജാർഗൺസ് ഉണ്ട്, ചില വാക്കുകളിൽ ചില പ്രയോഗ ശൈലികളുണ്ട്, രീതികളുണ്ട്. അത് വെച്ച് വെട്ടി വെളുപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് ദൈവസ്വരമൊക്കെ പങ്കുവെക്കുമ്പോഴും പഠിപ്പിക്കുമ്പോഴും അത് പങ്കുവെക്കുന്നവരും പഠിപ്പിക്കുന്നവരും പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അതിനൊരു സ്വരത്തിനൊരു മധുരിമ വേണം, ശാന്തത വേണം, സൗമ്യത വേണം. ഭൂമിയിലായിരുന്നു കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്ന മനുഷ്യവർഗം അതിൻ്റെ പൂർണ്ണത ഉൾക്കൊണ്ടുകൊണ്ട് വേണം. ഇവിടെ സങ്കീർത്തനക്കാരൻ ആ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, യഹോവേ, ഞാൻ നിന്നെ പുകഴ്ത്തുന്നു, നീ എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു. നീ എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു എന്നുള്ള അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ നിന്നെ പുകഴ്ത്തുകയാണ്. അതിൻ്റെ വേദശാസ്ത്രം എന്ന് പറയുന്നത്, പാപത്തിൽ വീണുപോയ വെറും മൺമേരായ നമ്മൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് നമുക്ക് രക്ഷ നൽകിയ ഒരു വലിയ ദൈവമുണ്ട്. നമ്മൾക്ക് ജന്മം തന്ന ഒരു ദൈവമുണ്ട്. നമ്മൾ ചാപിള്ളകളായി പോകാതെ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ ജന്മം തന്ന ഒരു ദൈവമുണ്ട്. ജനിച്ചപ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും അതിനെ അതിജീവിക്കുവാൻ ശക്തി നൽകിയ ഒരു ദൈവമുണ്ട്. തളർന്നു കിടന്നപ്പോഴും താങ്ങായി തണലായി നമ്മളോടൊപ്പം ആയിരിക്കുവാൻ ഇറങ്ങി വന്നൊരു ദൈവമുണ്ട്. നമ്മൾ ഓർമ്മ കെട്ട് കിടക്കുമ്പോഴും ശരീരം മുഴുവൻ വ്രണങ്ങളാൽ കിടക്കുമ്പോഴും അവിടെയും ഉദ്ധരിക്കുന്ന ദൈവമുണ്ട്. ദൈവം നമ്മളെ ഉദ്ധരിക്കുക എന്ന് വെച്ചാൽ ഭൗതികമായി മാത്രമല്ല, ആത്മീകമായൊരു ഉദ്ധാരണമുണ്ട്, മാനസികമായൊരു ഉദ്ധാരണമുണ്ട്, ബൗദ്ധികമായൊരു ഉദ്ധാരണമുണ്ട്. പ്രത്യേകിച്ച് ലോകത്തിൽ പലപ്പോഴും നമ്മളെക്കുറിച്ച് പലരും വിലയിരുത്തിയിട്ടുണ്ട്. ഒന്നുമില്ലാത്തവരാണ്, ബലഹീനരാണ്, കഴിവ് കുറഞ്ഞവരാണ്. ലോകം പല രീതിയിൽ നമ്മളെ വിലയിരുത്തി. പക്ഷേ നമ്മളും പലരെക്കുറിച്ച് വിലയിരുത്തിയിട്ടുണ്ട്. ദൈവം എന്നെ ഉദ്ധരിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ എത്ര പേരെ ഉദ്ധരിച്ചു, എത്ര പേരുടെ ഉദ്ധാരണത്തിന് ഞാൻ ഹേതുവായി, എനിക്കതിന് മനസ്സുണ്ടായിരുന്നു. ആരെങ്കിലും നന്നാക്കുവാനോ ആരെങ്കിലും ഉയർത്തുവാനോ ഞാൻ പരിശ്രമിച്ചോ? ഈ ചിന്താധാരകളൊക്കെ നമ്മളുടെ മനസ്സിലേക്ക് കടന്നു വരണം. എൻ്റെ ദൈവം എന്നെ ഉദ്ധരിക്കുന്നുണ്ട്, ദൈവം എന്നെ കരുതുന്നുണ്ട്, ദൈവം എന്നെ വിളിക്കുന്നുണ്ട്, വിളിച്ചടുപ്പിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്. ഞാൻ എത്ര പേരെ സ്നേഹിച്ചു, ഞാൻ എത്ര പേരെ നന്മയിലേക്ക് വിളിച്ചു. നിർബന്ധം എൻ്റെ മേൽ കിടക്കുകയാണ്. ദൈവനാമത്തിലേക്ക് ആളുകളെ വിളിക്കുവാനുള്ള ഒരു നിർബന്ധമുണ്ട്. സാമ്പത്തികമായി ഉദ്ധരിക്കുവാനുള്ള നിർബന്ധമുണ്ട്, ബൗദ്ധികമായി ഉദ്ധരിക്കുവാനുള്ള നിർബന്ധമുണ്ട്, ആരോഗ്യപരമായി ഉദ്ധരിക്കുവാനുള്ള നിർബന്ധമുണ്ട്. പ്രിയമുള്ളവരെ, ഈ ഉദ്ധാരണ പ്രക്രിയകളാണ് യഥാർത്ഥത്തിൽ പലരെയും നമ്മൾ ഓർത്തോണം ദൈവസ്നേഹികളും മനുഷ്യസ്നേഹികളുമാക്കി മാറ്റുന്നത്. കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ തീഷ്ണതയിലേക്ക് അനേകരെ എത്തിക്കുവാൻ വേണ്ടിയാണ് അനേകർ രക്തസാക്ഷികളായത്, അനേകർ ജീവൻ ബലിയർപ്പിച്ചത്, സുവിശേഷകന്മാരായ ലോകത്തിൻ്റെ അറ്റത്തോളം പോയത്. പ്രത്യേകിച്ചും മനുഷ്യരെ കൊന്നൊടുക്കുന്നവരുടെ ഇടയിൽ, വന്യമൃഗങ്ങളുടെ ഇടയിൽ, ഇഴജാതികളുടെ ഇടയിൽ അനേകർ കടന്നുപോയത്. ആ സുവിശേഷത്തിൻ്റെ തീഷ്ണത മനസ്സിലെപ്പോഴും വേണം. എൻ്റെ ദൈവം എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു എന്നുള്ള സാക്ഷ്യം എല്ലാവരോടും പറയണം. ഇന്ന് ദൈവത്തെ നമ്മൾ പുകഴ്ത്തുന്നുണ്ട്, എന്ത് വെച്ച് പുകഴ്ത്തുന്നു എന്നുള്ളതിലാണ് പ്രശ്നം. പലപ്പോഴും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് വരുമ്പോൾ നമ്മളുടെയൊക്കെ സാധാരണ രീതിയിലുള്ളൊരു സ്റ്റീരിയോടൈപ്പ് പ്രേയേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പലരും പറയും, പ്രത്യേകിച്ച് എപ്പിസ്കോപ്പൽ ചർച്ചസിൽ പ്രത്യേകിച്ച് എഴുതപ്പെട്ട പ്രാർത്ഥനകൾ ഒത്തിരിയുണ്ട്. മറ്റ് ചിലർ എഴുതപ്പെട്ട പ്രാർത്ഥനകളെ വിമർശിക്കും. നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തമ്പുരാൻ സ്വരം തരുമല്ലോ, പ്രാർത്ഥനകൾ തരുമല്ലോ. എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും അറിയാം, ഒരു പുസ്തകവും വേണ്ട. പക്ഷേ പലപ്പോഴും നമ്മൾ ബലഹീനരും മനുഷ്യരുമാണ് കേട്ടോ. ബലഹീനരായ മനുഷ്യരായതുകൊണ്ട് നമ്മൾ ഈ പ്രാർത്ഥിച്ച് വരുമ്പോൾ എല്ലാം നമ്മൾ കേന്ദ്രീകൃതമായ പ്രാർത്ഥനകളാണ്. പ്രാർത്ഥനയുടെ ഒരു ശൈലി പ്രകാരം ആദ്യത്തെ 2 വരികളിൽ ദൈവമേ നിന്നെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, അത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നീടുള്ള പ്രാർത്ഥനകൾ മൊത്തം നമ്മുടെ ആവശ്യങ്ങളാണ്. നമ്മളുടെ ആവശ്യങ്ങൾ, നമുക്ക് പരിചിതരായിട്ടുള്ളവരുടെ ആവശ്യങ്ങൾ, നമ്മൾ ചെല്ലുന്നിടത്തവരുടെ ആവശ്യങ്ങൾ, ഓരോ ലക്ഷ്യത്തോടെയും അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രാർത്ഥനകൾ. അപ്പം
ഉന്നതങ്ങളിൽ ഇരിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് നമ്മുടെ ഓർമ്മയും വെളിവും ചിന്തയും ഒക്കെ മാറി, മനസാക്ഷി മാറി, നമ്മൾ ഈ ലോകത്തിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമല്ല വേണ്ടത്. പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ മറക്കണം. എന്നെ സർവ്വം മറന്ന് പ്രാർത്ഥിക്കണം. ചുറ്റുവട്ടങ്ങളെ മറന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയും ആരാധനയും അതിൻ്റെ അപ്പുറത്തേക്ക് കടന്നു ചെല്ലണം. പ്രാർത്ഥനയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ദൈവവുമായിട്ട് സംവാദിക്കുകയാണ്, ദൈവത്തോട് സംസാരിക്കുകയാണ്, ദൈവത്തിൻ്റെ ഹിതത്തോട് ചേരുകയാണ്. അപ്പോൾ പലപ്പോഴും നമ്മളുടെ വാചാ പ്രാർത്ഥനകളിൽ പലപ്പോഴും വരുന്നത് നമ്മളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമാണെങ്കിൽ ദൈവത്തിൽ നിന്ന് നമ്മുടെ മനസ്സ് മാറി. നമ്മൾ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ, പുത്രൻ്റെ നാമത്തിൽ യാചിച്ച് കഴിയുമ്പോൾ അത് കിട്ടും. പുത്രൻ്റെ നാമത്തിൽ യാചിക്കുന്നത് ഒരു ജോലിയോ കൂലിയോ മാത്രമല്ല, ഭൗതികമായ സുഖസൗകര്യങ്ങൾക്ക് മാത്രമല്ല. എനിക്കും നിങ്ങൾക്കും വേണ്ടി ക്രൂസിന്മേൽ മരിച്ച് കഷ്ടപ്പാടുകൾ വഹിച്ച് 3-ാം ദിനം ഉയർത്തെഴുന്നേറ്റ് കർത്താവിൻ്റെ നാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താണ്? കർത്താവ് തന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് അതുകൊണ്ടാണ്. തനിക്ക് വേണ്ടിയോ തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടിയോ ഭൗതികമായിട്ടുള്ള പ്രാർത്ഥനയല്ല കർത്താവ് കാണിച്ചു കൊടുത്തത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിൻ്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിൻ്റെ രാജ്യം വരണമേ. ഈ പ്രാർത്ഥനയിലെല്ലാം ഉണ്ട്. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം തരണമേ. പലപ്പോഴും ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം തരണമേ എന്ന് പറയുമ്പോൾ ഭൗതികമായ അപ്പം തരണമേ എന്നുള്ള രീതിയിൽ പലരും മാറും. ആഹാരം തരണമേ എന്നങ്ങ് പറഞ്ഞു പോകുകയാണ്. പക്ഷേ വേദപുസ്തകം എഴുതപ്പെട്ട ഗ്രീക്ക് ഭാഷയിലേക്ക് നോക്കിയാൽ അവിടെ ഉപയോഗിച്ചേക്കുന്നത് ഭൗതികമായ അപ്പമല്ല, ജീവൻ്റെ അപ്പം തരണം, ജീവൻ്റെ അനുഭവങ്ങൾ തരണം. കർത്താവ് തന്നെ പറഞ്ഞു, ഈ അപ്പം തിന്നുന്നവനെല്ലാം വീണ്ടും വിശക്കും, ഈ വെള്ളം കുടിക്കുന്നവനൊക്കെ ദാഹിക്കും. അപ്പം അതുകൊണ്ട് ഈ ദാഹിക്കുന്ന അപ്പമോ ദാഹിക്കുന്ന വെള്ളമോ അല്ല കർത്താവ് ഉദ്ദേശിച്ചത്. നിങ്ങൾക്കറിയാത്തൊരു ഭക്ഷണം എനിക്കുണ്ട്, അത് നൽകാനാ കർത്താവ്, ആ രക്ഷയുടെ അനുഭവം തരാനാ എൻ്റെ കർത്താവ് അവതരിച്ചത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എപ്പോഴും ഓർത്തോണം, നീ എന്നെ ഉദ്ധരിച്ചിരിക്കുന്നതിനാൽ ഞാൻ നിന്നെ പുകഴ്ത്തുന്നു എന്ന് പറയുമ്പോൾ ആ പ്രാർത്ഥനകളുടെ പൂർണ്ണത വലുതാണ്. ചില സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ വാക്കുകൾ മുട്ടുമ്പോൾ, പ്രത്യേകിച്ച് എഴുതപ്പെട്ട പ്രാർത്ഥനകൾ, വരമൊഴിയായി കിട്ടിയിരിക്കുന്ന പ്രാർത്ഥനകൾ, അതും ധ്യാനാത്മകമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ഈ പ്രാർത്ഥനയിലുള്ളതെന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ആവശ്യങ്ങളല്ല. നമ്മൾ നമ്മളെ മറന്ന് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, ദൈവത്തെ സ്തുതിക്കുകയാണ്. അല്ലാതെ പ്രത്യേക ജാർഗൺ പോലെ 2 സ്തുതി പറഞ്ഞിട്ട് വേറെ ആവശ്യത്തിലേക്ക് പോകുന്നു. കുഞ്ഞിൻ്റെ ജോലി, കുഞ്ഞിൻ്റെ ഭാവി, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ആരോഗ്യം, അതൊക്കെ ദൈവം തരും. ആദ്യം അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടി സകലതും നിങ്ങൾക്ക് കിട്ടും. അതല്ലേ നമ്മുടെ കർത്താവ് പഠിപ്പിച്ചത്? നമ്മുടെ പ്രാർത്ഥനാ ശൈലികൾ അതല്ലേ? വീണ്ടും നമ്മുടെ ആ ചിന്താധാരയിലേക്ക് തന്നെ വരാം. നീ എന്നെ ഉദ്ധരിച്ചിരിക്കുന്നതിനാൽ ഞാൻ നിന്നെ പുകഴ്ത്തുന്നു. അപ്പം ദൈവം എന്നെ നിങ്ങളെ ഉദ്ധരിച്ച വഴിത്താരുകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം. നടത്തിയ നിയോഗങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം. ദൈവം തന്നതൊക്കെ അധികമാണ്. തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുമ്പോൾ തരാനിരിക്കുന്നതിനെക്കുറിച്ച് ഓർത്ത് പരിതപിക്കുവാൻ പറ്റത്തില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പലപ്പോഴും പറഞ്ഞിട്ടുമുണ്ട്, ദൈവം ആർക്കും കടക്കാരനല്ല പ്രിയപ്പെട്ടവരെ. ദൈവം തരേണ്ടത് തരേണ്ട സമയത്ത് തരേണ്ട രീതിയിൽ ആ പൂർണ്ണതയോടെ തരും. യേശു തമ്പുരാൻ തന്നെ പറഞ്ഞു, പഴയ തുരുത്തിയിലേക്ക് പുതിയ വീഞ്ഞ് പകരുമാറില്ല. തകർന്നാൽ പഴയ തുരുത്തി തകർന്നു പോകും പുതിയ വീഞ്ഞ് പകരുമ്പോൾ. അങ്ങനെയെങ്കിൽ നമ്മൾ തന്നെ ഓർത്തോണം, ദൈവത്തിൻ്റെ ദാനങ്ങളും അനുഗ്രഹങ്ങളും ഒക്കെ പുതിയ വീഞ്ഞിന് സമാനമാണ്. ആ പുതിയ വീഞ്ഞാകുന്ന ദിവ്യാനുഭവങ്ങൾ പ്രാപിക്കുവാൻ തക്കവണ്ണം സ്വീകരണ സ്ഥലമായ നമ്മുടെ ജീവിത അനുഭവങ്ങളാകുന്ന, ജീവിതമാകുന്ന ആ ഒരു തുരുത്തി പുതിയതായിട്ടുണ്ടോ എന്നുള്ളതാണ്. പുതിയ അനുഭവം കിട്ടുവാൻ തക്കവണ്ണം പുതിയ തുരുത്തികളായി നമ്മൾ മാറണം. അല്ലെങ്കിൽ പഴയ തുരുത്തികളായിരിക്കുമ്പോൾ, ശക്തിയില്ലാതിരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ ശക്തമായ അനുഭവങ്ങൾ കിട്ടുമ്പോൾ അതിനെ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ചിലരുടെ ജീവിതം ഓർത്തോണം, സമ്പത്തും പ്രതാപവും അനുഭവങ്ങളും ഒക്കെ കിട്ടുമ്പോൾ അത് ഉൾക്കൊള്ളുവാൻ പറ്റാതെ തകർന്നു പോയ അനുഭവങ്ങളുണ്ട്. ദൈവാനുഗ്രഹം സ്വീകരിക്കുവാൻ പറ്റാതെ പോയ അനുഭവമുണ്ട്. പെട്ടെന്ന് കൂടുതൽ പണം കിട്ടുമ്പോൾ, പ്രതാപം കിട്ടുമ്പോൾ, അധികാരം കിട്ടുമ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റാതെ ആടിയുലയുന്ന അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് കിട്ടിയതിനെയൊക്കെ ഒന്ന് അടുക്കി വയ്ക്കണം. ഒരു പുതിയ വീട്, ഞാൻ പറഞ്ഞല്ലോ, ഈ സങ്കീർത്തനം ഒരു ഭവനപ്രതിഷ്ഠാ ഗീതം കൂടിയാണ്. അതായത് ദൈവ അനുഭവങ്ങൾ നമ്മൾ പ്രാപിക്കുമ്പോൾ എപ്പോഴും ഓർക്കേണ്ട കാര്യമാണ്, ആദ്യം ഓരോന്നും അടുക്കി വയ്ക്കുവാനുള്ള മുറികളായി, ഷെൽഫുകളായി പലതും നമ്മൾ ക്രമീകരിക്കുമെന്ന് കഴിഞ്ഞ ദിവസവും നമ്മൾ പറഞ്ഞു. അപ്പോൾ ആദ്യം അത് ക്രമീകരിക്കണം, എന്നിട്ടാണ് വീട്ടിലേക്ക് പ്രവേശിക്കുന്നത്, ഓരോന്ന് ക്രമീകരിച്ച് വയ്ക്കുന്നത്. അപ്പം നമ്മളെ മരണവാതിലുകളിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു വലിയ ദൈവമുണ്ട്, തൻ്റെ സന്നിധിയിലേക്ക് വിളിച്ചെടുപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് അവനെ പുകഴ്ത്തണം. വെറുതെ വാക്കുകളാലുള്ള പുകഴ്ത്തലുകളല്ല,
മറ്റുള്ളവർക്ക് അസ്വസ്ഥത തോന്നുന്ന രീതിയിലുള്ള പുകഴ്ത്തലുകളല്ല, അതിനേക്കാളുപരി പശ്ചാത്താപത്തോടെയുള്ള പുകഴ്ത്തലുകൾ. അതുകൊണ്ട് തന്നെ ദാവീദ് പറഞ്ഞത്, ഞാൻ നിന്നെ പുകഴ്ത്തുന്നു, നീ എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു. ഞാൻ പുകഴ്ത്തുന്നത് എൻ്റെ നന്മ കൊണ്ടല്ല, ഞാൻ ഒത്തിരി വിശുദ്ധനായിട്ടല്ല ഞാൻ നിന്നെ പുകഴ്ത്തുന്നത്. എനിക്ക് ബലഹീനതകളൊക്കെ ഒത്തിരിയുണ്ട്, കുറവുകളൊക്കെ ഒത്തിരിയുണ്ട്, അറിവില്ലായ്മകൾ ഒത്തിരിയുണ്ട്. നിന്നെ എങ്ങനെ പുകഴ്ത്തണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതെല്ലാം അതിൻ്റെ ഇടയ്ക്കുണ്ട്. പൗലോസ്ലീഹ വിശുദ്ധിയുടെ പൂർണ്ണതയിലേക്ക് വന്നെങ്കിലും പറഞ്ഞു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യനാണ്, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? കഷ്ടതയും ആപത്തും സങ്കടവും വാളുമൊന്നും ദൈവമേ നിൻ്റെ സന്നിധിയിൽ നിന്ന് എന്നെ വേർതിരിക്കില്ല എന്ന് സാക്ഷിച്ചവൻ അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യനാണെന്നും സാക്ഷിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ ഓർത്തോണം, നീ എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു, നീ എന്നെ കരുതിയിരിക്കുന്നു, എൻ്റെ ഏകാന്തതയിലും ദുഃഖത്തിലും നീ എന്നോടുകൂടെ ഉണ്ട്, എനിക്ക് ഇത്രത്തോളം ഉദ്ധാരണം നൽകിയെന്നുള്ള ചിന്ത യഥാർത്ഥ പുകഴ്ത്തലിലേക്കും മഹത്വപ്പെടുത്തലിലേക്കും നമ്മെ നയിക്കണം. ദൈവം നമ്മളെ എങ്ങനെ ഉദ്ധരിച്ചിരിക്കുന്നു എന്ന് ചിന്തിക്കണം. നമ്മളുടെ ചിന്തയെന്ന് പറയുന്നത്, ആശയമെന്ന് പറയുന്നത് ദൈവം ഉദ്ധരിക്കുക എന്ന് വെച്ചാൽ ദൈവം എല്ലാ രീതിയിലും സമൃദ്ധിയിലേക്ക് നയിക്കുന്നു എന്നുള്ള രീതിയില്ല. ഉദ്ധാരണ പ്രക്രിയയിൽ പ്രിയമുള്ളവരെ സമൃദ്ധി മാത്രമല്ല, അവിടെ ശിക്ഷാവിധികളുണ്ട്, തിരുത്തലുകളുണ്ട്, കുറ്റപ്പെടുത്തലുകളുണ്ട്, ചിലപ്പോൾ ചില കറക്കങ്ങളുണ്ട്, എല്ലാമുണ്ട്. ഇസ്രായേൽ മക്കൾക്ക് വാഗ്ദത്ത നാട്ടിലേക്ക് വളരെ പെട്ടെന്ന് പ്രവേശിക്കാമായിരുന്നു. ദൈവം ജനത്തെ കുറേ കറക്കി, വർഷങ്ങളോളം നൂറ്റാണ്ടുകളോളം കറക്കി. 40 വർഷത്തിനുള്ളിൽ വരാവുന്ന അല്ലെങ്കിൽ ഏതാനും മാസങ്ങൾക്കുള്ളിൽ പൂർണ്ണമായി ചെല്ലാവുന്ന സ്ഥലത്തേക്ക് പല നൂറ്റാണ്ടുകൾ കൊണ്ട് ദൈവം നടത്തിയ അനുഭവം പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ജീവിതത്തിലെ ചില പ്രത്യേക സമയത്ത് ചില കറക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഓർത്തോണം, വഴിതെറ്റി നടക്കുന്നു എന്ന് തോന്നുന്ന, ദുരിതത്തിന് അടിമകളായിരിക്കുന്നു എന്ന് കരുതുന്ന അനുഭവത്തിൽ പോലും അതിലും ഒരു ഉദ്ധാരണ പ്രക്രിയയുണ്ട്. ഒരു നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ ഒരുപാട് കുഴിയെടുക്കും, പൈലിങ് നടത്തും, ഒരുപാട് അരോചകങ്ങൾ നടത്തും. ഒരു പഴയ വീട് പുതുക്കി പണിയുമ്പോൾ തന്നെയും അത് പുട്ടിയിടണം, അതിനുവേണ്ടി ഒരുപാട് ഇളക്കി മറിക്കും, ഒരുപാട് പൊടിപടലങ്ങൾ ഉയരും, ഒരുപാട് ശബ്ദഘോഷങ്ങൾ ഉയരും, നമുക്കങ്ങോട്ട് ചെല്ലാൻ പോലും പറ്റാത്ത അനുഭവങ്ങളുണ്ടാകും. പക്ഷേ ഇതെല്ലാം ഉദ്ധാരണ പ്രക്രിയയുടെ, പുനർനിർമ്മാണത്തിൻ്റെ, ഒരു റീകൺസ്ട്രക്ഷൻ്റെ തലങ്ങളാണെന്ന് ഓരോ വിശ്വാസിയും ഉയരണം. അങ്ങനെയുള്ള ഉദ്ധാരണ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും നമ്മൾക്ക് പരാതി വരുന്നത്, അയ്യോ എനിക്ക് രോഗമായി, എനിക്ക് അസ്വസ്ഥതയായി, ക്ലേശങ്ങളായി, അങ്ങ് ഭയങ്കര പരാതിയാണ്. ഇതിൻ്റെ ഇടയിലെല്ലാം നമ്മൾ ചിന്തിച്ചു കൊള്ളണം, ഒരു പഠിക്കുന്ന കുട്ടി, വിദ്യാർത്ഥി സ്കൂളിൽ പോകുമ്പോൾ അവന് ശിക്ഷ കിട്ടും, അവന് ഉറക്കം കുറവായിരിക്കും, സ്കൂളിൽ നേരത്തെ പോകണം, ഒരുപാട് ശാസനകൾ കിട്ടും, അസംബ്ലിക്ക് വെയിലത്ത് നിൽക്കേണ്ടി വരും, റാലിയിൽ പങ്കെടുക്കേണ്ടി വരും, അധ്യാപകർ പറയുന്നത് അനുസരിക്കണം, ഹോംവർക്കുകളുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ അവസാനത്തിലാണ് അവനൊരു ഗ്രാജുവേഷൻ, അവനൊരു ആദരവ് ലഭ്യമാകുന്നത്. ആയതുപോലെ ദൈവത്തിൻ്റെ ഉദ്ധാരണ പ്രക്രിയയ്ക്ക് വിധേയനാകുന്നവനാണ് യഥാർത്ഥ ഭക്തൻ. ദൈവത്തിൻ്റെ ഉദ്ധാരണ പ്രക്രിയ, ഒരു റീകൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ അതിനോട് സമീപിക്കുന്നവനാണ് യഥാർത്ഥ ഭക്തൻ. സ്വർഗീയ വൈദ്യൻ്റെ ഡിവൈൻ ഓപ്പറേഷന്, സ്വർഗീയമായ ആ ഓപ്പറേഷൻ പ്രക്രിയയ്ക്ക് നിശബ്ദനായി വിധേയനാക്കി കൊടുക്കുന്നവനാണ് യഥാർത്ഥ ഭക്തൻ. ചിലപ്പോൾ ചില ഓപ്പറേഷനുകളൊക്കെ നടക്കുമ്പോൾ നമ്മൾ ഓർമ്മയോടുകൂടിയാണെങ്കിൽ ഇല്ലാത്ത പ്രശ്നം ഉണ്ടാക്കും. ഓപ്പറേഷൻ തിയേറ്ററിൽ അയ്യോ എൻ്റെ അവിടെ തൊട്ടു ഇവിടെ തൊട്ടു, മുറിച്ചേ പിടിച്ചേ എന്നൊക്കെ പറയും. അപ്പോൾ ഒരു അനസ്തേഷ്യ ആവശ്യമാണ്. ചിലപ്പോൾ ജീവിതത്തിലെ ചില പ്രത്യേക രീതിയിൽ ഒരു ഹെവൻലി അനസ്തേഷ്യക്ക് നമ്മൾ വിധേയരായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ വിധേയരായി കഴിയുമ്പോൾ അതിൻ്റേതായ മെഡിക്കേഷൻ നടത്തുന്നുണ്ട്. അതൊരു സ്പിരിച്വൽ മെഡിക്കേഷനാണ്, ഒരു സ്പിരിച്വൽ അനസ്തേഷ്യയാണ്. ഓർത്തോണം, ഭൗതിക ഡോക്ടർമാർ അനസ്തേഷ്യ നൽകി ഓപ്പറേഷൻ നൽകുന്നു എന്ന് പറയുമ്പോൾ മിണ്ടാതിരുന്ന ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവീനെന്ന് സാക്ഷിക്കുന്ന സാക്ഷ്യം. ദാവീദ് തന്നെ പറഞ്ഞ കാര്യം, ദൈവം തമ്പുരാൻ പറഞ്ഞത് ദാവീദ് പങ്കുവെച്ച കാര്യം നമ്മളുടെ മനസ്സിലേക്ക് കടന്നു വരണം. വീണ്ടും പറയുന്നു, എൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് സന്തോഷിക്കുവാൻ നീ ഇടയാക്കിയതുമില്ല. എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ നിന്നോട് നിലവിളിച്ചു, നീ എന്നെ സൗഖ്യമാക്കുകയും ചെയ്തു. യഹോവേ, നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് കരയേറ്റിയിരിക്കുന്നു. ഞാൻ കുഴിയിൽ ഇറങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നീ എനിക്ക് ജീവരക്ഷ വരുത്തിയിരിക്കുന്നു. ദാവീദ് വീണ്ടും സാക്ഷിക്കുകയാണ്, എന്നെ ഉദ്ധരിച്ചവൻ നീയാണ്, അതുകൊണ്ട് ഞാൻ നിന്നെ പുകഴ്ത്തുകയാണ്. ഞാൻ നിന്നോട് നിലവിളിച്ചു, എൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് സന്തോഷിക്കുവാൻ നീ ഇടയാക്കിയതുമില്ല. അതിലൊരു പ്രതികാരത്തിൻ്റെ സ്വരമോ ഒരു ആക്കലിൻ്റെ സ്വരമോ ഒന്നുമില്ല. എൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് സന്തോഷിക്കുവാൻ നീ ഇടയാക്കിയതുമില്ല. ഇന്ന് നമ്മൾ ഓർത്തുകൊള്ളണം, ഈ ശത്രു എന്ന് പറയുന്നത് ആരാണെന്ന് ചിന്തിച്ചോണം. ഒരു മനുഷ്യൻ്റെ ബലഹീനതയിൽ സന്തോഷിക്കുന്നവനൊക്കെ
അവനവൻ മനുഷ്യവർഗത്തിൻ്റെ ശത്രുവാണ്, കുടുംബത്തിൻ്റെ ശത്രുവാണ്, അവനവൻ്റെ തന്നെ ശത്രുവാണ്. ദാവീദ് പറയുന്ന പ്രാർത്ഥനയിൽ ഇതെല്ലാം നമ്മളെന്ന് പറയുന്ന വ്യക്തിത്വങ്ങൾ തന്നെയുണ്ട്. അവനവൻ്റെ ഹൃദയത്തിൽ ഇതെല്ലാം ഉണ്ട്. എൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് സന്തോഷിക്കുവാൻ നീ ഇടയാക്കിയതില്ല. ഒരു മനുഷ്യൻ്റെ ശത്രുക്കൾ അവൻ്റെ വീട്ടുകാരാണെന്നും അവൻ്റെ ഉള്ളിലുണ്ടെന്നും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, തിരുവചനം പഠിപ്പിക്കുന്നുണ്ട്. അപ്പം നമ്മളുടെ ആന്തരിക വളർച്ചയെ, ആത്മീക വളർച്ചയെ കെടുത്തുന്ന ശത്രുത്വത്തിൻ്റെ അനുഭവം നമ്മളിലുണ്ട്. നമ്മളിലുള്ള നിരാശകൾ, ജഡീക പ്രവർത്തികൾ, സാത്താന്യ പ്രവർത്തികൾ ഇതെല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് മാംസരക്തങ്ങളോടല്ല എതിർക്കേണ്ടത്. മാംസരക്തങ്ങളെ എതിർക്കുന്നതിന് പകരം ഈ ലോകത്തിലെ അന്ധകാര ശക്തികളോട് എതിർക്കണമെന്ന് തിരുവചനം പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. നിങ്ങൾക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോട്, അധികാരങ്ങളോട്, ഈ ലോകത്തിൻ്റെ അന്ധകാര ശക്തികളോട്. എൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് സന്തോഷിക്കുവാൻ നീ ഇടയാക്കിയതുമില്ല. അതിൽ ദാവീദ് പറയുന്നുണ്ട്, ഭൗതികമായി നമ്മളുടെ നാശം കാണുവാൻ ആഗ്രഹിക്കുന്ന, നമ്മളെ പിന്തുടരുന്ന ശത്രുക്കളുമുണ്ട്. നമ്മൾ തന്നെ ചിലരെ കണ്ടിട്ടില്ലയോ? ചില മനുഷ്യർക്കുണ്ട്. അതിനെക്കുറിച്ച് പറയുന്ന ഒരു ടെർമിനോളജിയാണ് ഗാലോസ് ട്രാൻസാക്ഷൻ എന്ന് പറയും. ഈ ഗാലോസ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് കൊലച്ചിരി എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ചിലരുടെ ചിരികളുണ്ട്, അതൊരു കൊലച്ചിരിയാണ്. വീട് കിടക്കുമ്പോൾ നോക്കി ചിരിക്കുന്ന ഒരു ചിരിയുണ്ട്, ഒരാക്കിച്ചിരിയുണ്ട്, ഒരു പുച്ഛച്ചിരിയുണ്ട്. എന്ന് വെച്ചാൽ ഒരാളുടെ പ്രിയപ്പെട്ടവർ മരിച്ചു കിടക്കുമ്പോൾ, ഒരു വലിയ പരാജയം വന്നു കഴിയുമ്പോൾ, ഒരു നാശം വന്നു കിടക്കുമ്പോൾ അതിനെ ഓർത്ത് ചിരിക്കുന്ന മനുഷ്യൻ, അവന് മനുഷ്യനെന്ന് പറയാൻ പോലുമുള്ള നിവൃത്തിയില്ല. ആരും അറിയാത്ത രീതിയിൽ ഒരു മനുഷ്യൻ്റെ പതനത്തിന് കോപ്പ് കൂട്ടിയിട്ട്, അവനെ നശിപ്പിച്ചിട്ട്, ഇല്ലായ്മ ചെയ്തിട്ട്, എന്നിട്ട് അതിനെ ഓർത്ത് ആഘോഷിക്കുന്ന ഒരു സംസ്കൃതി ഇന്ന് വരുന്നുണ്ട്. കൊലപാതകികളെ വിട്ട് കൊല്ലാൻ ശ്രമിക്കുന്നു, ഒരു സാധുവിൻ്റെ ബിസിനസ് തകർക്കാൻ ശ്രമിക്കുന്നു, ഒരു മനുഷ്യൻ്റെ ആത്മീക ജീവിതം തകർക്കാൻ ശ്രമിക്കുന്നു. ഇങ്ങനെയുള്ള ശത്രുക്കളുണ്ട്. പക്ഷേ ദൈവത്തെ വിളിക്കുന്നവരെക്കുറിച്ച് ദൈവം പറയുകയാണ്, ദൈവത്തെ അറിയുന്നവരെക്കുറിച്ച് പറയുകയാണ്, പ്രിയപ്പെട്ടവനെ, നിന്റെ നാശം കാണുവാൻ തക്കവണ്ണം ഒരു ശത്രുവിനെയും ദൈവം അനുവദിക്കത്തില്ല. നിന്നിൽ നന്മയും നീതിയും ഉണ്ടെങ്കിൽ, നീ ദൈവത്തിൻ്റെ മകനും മകളുമാണെങ്കിൽ, നന്മ ചെയ്യുന്നവനാണെങ്കിൽ, നീ ഏത് പതനത്തിൽ പോയി വീണാലും, സിംഹക്കുഴിയിൽ ദാനിയേലിനോടൊപ്പം അഗ്നിച്ചൂളയിൽ 3 പൈതങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ദൈവം നിന്നോടൊപ്പം ഉണ്ടാകും. പ്രിയമുള്ളവരെ, നമ്മൾ ഓർത്തോണം, ഒരുവൻ്റെയും അപജയം കണ്ട് ചിരിക്കാനിടയാകരുത്. ഇവിടെ ശത്രുക്കൾ എന്നെക്കുറിച്ച് സന്തോഷിക്കുവാൻ നീ ഇടയാക്കിയില്ല എന്ന് പറയുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവനെ, നിങ്ങളും ഞാനും ശത്രുക്കളായി മാറരുത്. ദൈവത്തിൻ്റെ ശത്രുക്കളായി മാറരുത്, സമൂഹത്തിൻ്റെ ശത്രുക്കളായി മാറരുത്, കുടുംബങ്ങളുടെ ശത്രുക്കളായി മാറരുത്, ആത്മീക പിതാക്കന്മാരുടെയോ ലൗകികരായ സഹോദരങ്ങളുടെയോ ശത്രുക്കളായി മാറരുത്, നമ്മളുടെ തന്നെ ശത്രുക്കളായി മാറരുത്. നിങ്ങളോ ഞാനോ ആരുടെയെങ്കിലും ഭൗതിക ശത്രുക്കളായി മാറുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, ആദ്യം നമ്മൾ നമ്മളുടെ തന്നെ ശത്രുക്കളായിട്ട് മാറുകയാണ്, സർവശക്തനായ ദൈവത്തിൻ്റെ ശത്രുക്കളായി മാറുകയാണ്, സാത്താൻ്റെ കൂട്ടാളികളാവുകയാണ്, സാമൂഹ്യ ദ്രോഹികളായി മാറ്റപ്പെടുകയാണ്. ആ വാചകം വീണ്ടും ആവർത്തിച്ച് പറയണം, എൻ്റെ ദൈവമേ, എൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് സന്തോഷിക്കുവാൻ നീ ഇടയാക്കിയില്ല. ഞാൻ ഒരിക്കലും ഒരുവൻ്റെ അപജയം കണ്ട് സന്തോഷിക്കുന്ന ശത്രുത്വത്തിൻ്റെ അനുഭവത്തിലായി തീരരുത്. നീ എത്ര വേദനയിലും നൊമ്പരത്തിലുമായാലും, നീ ദൈവത്തോട് ചേരുന്നവനാണെങ്കിൽ ഒരുവനും നിൻ്റെ നാശം കണ്ട് സന്തോഷിക്കുവാൻ ഇടയാകില്ല. താൽക്കാലിക കാലഘട്ടത്തിലേക്കുള്ള ചില ദുര്യോധന സിംഹാസനം പോലെയുള്ള ചില അനുഭവങ്ങളുണ്ട്. താൽക്കാലികമായി ഭാരത പശ്ചാത്തലത്തിൽ പറയുന്ന, മഹാഭാരതത്തിൽ പറയുന്ന ദുര്യോധനന് കിട്ടിയ അല്പകാലത്തേക്കുള്ള സ്വർഗമുണ്ട്. ആ ഒരു സ്വർഗമല്ല നമുക്ക് ആവശ്യം, ആ ഒരു സന്തോഷമല്ല, നിത്യമായി കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. പ്രിയമുള്ളവരെ, ഒരുവനെ നമ്മൾ നിന്ദിക്കുകയും ദുഷിക്കുകയും ചെയ്ത് അവൻ്റെ നാശത്തിൽ സന്തോഷിക്കുകയാണെങ്കിൽ, ദൈവം ആ വീണ് കിടക്കുന്നവനെ പരിഗണിക്കും, അവനോട് കരുണ കാണിക്കും. ദൈവം ശിക്ഷിച്ചവരുടെ വേദനകളെ പരസ്യമാക്കുന്നവൻ അതിന് മറുപടി പറയേണ്ടി വരും. ഇതിൽ വീണ്ടും പറയുന്നു, ഞാൻ നിന്നോട് നിലവിളിച്ച ദൈവമേ, നീ എന്നെ സൗഖ്യമാക്കുകയും ചെയ്തു. അപ്പം അതിൻ്റെ കാരണങ്ങളാണ് പറയുന്നത്. എൻ്റെ ശത്രു എന്നെക്കുറിച്ച് സന്തോഷിക്കാതിരിക്കുവാൻ എങ്ങനെ ഇടയായി? ദൈവത്തോട് ഞാൻ ശക്തമായി നിലവിളിച്ചു, എൻ്റെ ദൈവം എനിക്ക് സൗഖ്യം നൽകി. ശാരീരികമായ സൗഖ്യം തന്നു, മാനസികമായ സൗഖ്യം തന്നു. ആ സൗഖ്യത്തിൻ്റെ അനുഭവം വാക്കുകൾക്കപ്പുറമാണ്, ചിന്താധാരകൾക്കപ്പുറമാണ്. ആ ഒരു സൗഖ്യം ശക്തമാണ്. ദൈവം എൻ്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് കരയേറ്റിയിരിക്കുന്നു. കുഴിയിലിറങ്ങുന്നവരെ പോലെ ആകാതിരിക്കുവാൻ തക്കവണ്ണം എനിക്ക് ജീവരക്ഷ വരുത്തി. എൻ്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് കരുതിയ ദൈവം, എനിക്ക് ജീവരക്ഷ വരുത്തിയ ദൈവം, അവൻ വലിയവനാണ്. നമ്മളെപ്പോഴും ഓർത്തോണം, ദൈവമേ, ഞാനൊരു കുഴിയിൽപ്പെടാതെ നീ എന്നെ കാത്തുകൊണ്ടു, കുഴിയിൽ നിന്ന് നീ എന്നെ വീണ്ടെടുത്തു,
ഞാൻ തന്നെ സൃഷ്ടിച്ച കുഴികളിൽ നിന്ന് എൻ്റെ ദൈവം എന്നെ വീണ്ടെടുത്തെങ്കിൽ, എനിക്ക് ജീവരക്ഷ വരുത്തിയെങ്കിൽ, കുഴിയിലേക്ക് ഇറങ്ങിപ്പോകാതെ വണ്ണം ചിലരെ കാത്തുകൊള്ളണം. ഒരു ചെറിയ പാലമായി നമ്മൾ വർദ്ധിക്കണം. ജീവൻ്റെ രക്ഷയായി നമ്മൾ വർദ്ധിക്കണം. ദൈവത്തെ ഏറ്റെടുക്കുന്നവൻ ജീവൻ്റെ രക്ഷകരായി വർദ്ധിക്കും. പരിസ്ഥിതിയുടെ ജീവൻ, സമൂഹത്തിൻ്റെ ജീവൻ, സഹോദരങ്ങളുടെ ജീവൻ, പ്രതീക്ഷയുടെ ജീവൻ, ജീവരക്ഷ വരുത്തിയെന്ന് പറയുമ്പോൾ അതെല്ലാ തലത്തിലുമുണ്ട്, എല്ലാ ശക്തിയിലുമുണ്ട്. രക്ഷയ്ക്ക് പോലും ഒരു ജീവനുണ്ട്. അത് സജീവതയിലേക്ക് മാറും, ആധ്യാത്മികതയിലേക്ക് മാറും, പൂർണ്ണതയിലേക്ക് മാറും. ആ പൂർണ്ണതയുടെ അനുഭവം പ്രാപിക്കുവാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ദൈവം തൻ്റെ വലങ്കരം നീട്ടി നിങ്ങളെല്ലാവരെയും സദാകാലവും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.